ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇറാൻ. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ചില സാഹചര്യങ്ങളിൽ ശത്രുവുമായി ഇടപഴകുന്നതിൽ തെറ്റില്ലെന്ന് ഖമേനി തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശത്രുക്കളിൽ പ്രതീക്ഷ അർപ്പിക്കരുതെന്ന മുന്നറിയിപ്പ് പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് നൽകാനും ഖമേനി മറന്നില്ല. 2018 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു. സമീപ വർഷങ്ങളിൽ ഒമാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ നടത്തിയിരുന്നു. ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രതികരണമുണ്ടായത്. എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പ്രതികാരത്തിനൊരുങ്ങിയ ഇറാൻ നടപടിക്കെതിരെ അമേരിക്ക പരസ്യമായി രംഗത്തു വന്നിരുന്നു. ഹനിയെ വധിച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമേനി ഉത്തരവിട്ടത്. പിന്നാലെ അത് തീക്കളിയാകുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തു വന്നിരുന്നു. ലെബനൻ നേതാവ് ഹിസബുള്ളയെ കൊല്ലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പോലെ ഹനിയെ കൊല്ലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രായേൽ ഇതുവരെ ഒരു പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടില്ല. എങ്കിലും കൊലപാതകത്തിനു പിന്നിൽ ഇസ്രായേലാണെന്ന് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് ആരോപിച്ചു.